പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് കൊച്ചി രൂപതയിൽ ഫ്രാൻസിസ്കൻ വർഷാചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. 10,000ങ്ങളെ സാക്ഷി നിർത്തി വചനസന്ധ്യ 2026 ബൈബിൾ കൺവെൻഷന്റെ ധന്യനിമിഷത്തിലാണ് രൂപതാ മെത്രാൻ അഭിവന്യ ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവ് പുണ്യവർഷത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. 10,000കണക്കിന് ജനസമൂഹങ്ങൾ അണിനിരന്ന വചനസന്ധ്യ 2026 ബൈബിൾ കൺവെൻഷനെ ഡൊമിനിക് മാളമനാൽ അച്ഛൻ നേതൃത്വം നൽകി. ഫ്രാൻസിസ്കൻ വർഷാചരണത്തിന്റെ ഭാഗമായി കൊച്ചി രൂപതയിലെ സുപ്രധാന പ്രഖ്യാപനവും അഭിവന്യ ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവ് നടത്തി. രൂപതയിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലുള്ള ഏക ദേവാലയമായ കാട്ടിപ്പറമ്പ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ദേവാലയത്തെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. രൂപതയിലെ മുഴുവൻ വിശ്വാസികളും ഈ ദേവാലയം സന്ദർശിച്ച് പ്രാർത്ഥനകളിലും പരിത്യാഗ പ്രവൃത്തികളിലും പങ്കുചേർന്ന് ദണ്ഡവിമോചനം നേടണമെന്ന് പിതാവ് ആഹ്വാനം ചെയ്തു. ആലപ്പുഴ രൂപതാ മെത്രാൻ അഭിവന്യ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ, കൊച്ചി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കണ്ടനാട്ടുതറ, എപ്പിസ്കോപ്പൽ വികാരി ഫാദർ ഫ്രാൻസിസ് കളത്തിവീട്ടിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വിനയത്തിന്റെയും പ്രകൃതി സ്നേഹത്തിന്റെയും സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ പരിപാടികളാണ് രൂപതയിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്.